അയർലൻഡിലെ വളരെ ചരിത്രപ്രധാനമായ ഒരു സ്ഥലമാണ് സ്കെറീസ് മിൽസ്. 12ാം നൂറ്റാണ്ട് മുതലാണ് ഇവിടെ ഫ്ലോർ മില്ലുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇപ്പോഴും ഫുള്ളി വർക്കിംഗ് കണ്ടീഷനിലുള്ള ഒരു വാട്ടർ മില്ലും കൂടാതെ ഒരു 5 സെയിൽ വിൻഡ് മില്ലും ഒരു 4 സെയിൽ വിൻഡ് മില്ലും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. വാട്ടർ ടർബുലൻസ് വഴി എങ്ങനെ വൈദ്യുതി ഉത്പാദിപ്പിക്കാമെന്ന് പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്നെങ്കിലും അതിൻ്റെ യഥാർത്ഥ പ്രവർത്തനം കണ്ടത് ആദ്യമായായിരുന്നു. അതൊരു സന്തോഷകരമായ അനുഭവമായിരുന്നു. പഴയ ഓവൻ, അമ്മിക്കല്ല്, അരകല്ല് തുടങ്ങിയവയും ഇവിടെയുണ്ട്. നമ്മുടെ കേരളത്തിൽ പരിചിതമായവ തന്നെ, കാണുമ്പോൾ നാടിൻ്റെ ഓർമ്മയുണ്ടാകുന്ന ഒരനുഭവം. കാണാനായ മറ്റൊരു കൗതുകമായിരുന്നു ലേഡീസ് കാർട്ട്. പഴയ കാലത്ത് സ്ത്രീകളും കുട്ടികളും മാത്രം ഉപയോഗിച്ചിരുന്ന പ്രത്യേകതരം കുതിരവണ്ടി. അതുപോലെ ശ്രദ്ധയാകർഷിച്ച മറ്റൊന്നായിരുന്നു ഇവിടുത്തെ പൊക്കം കുറഞ്ഞ വാതിലുകൾ. അക്കാലത്ത് ഐറിഷ് ആളുകൾ ശരാശരി 5 അടി മാത്രം ഉയരമുള്ളവരായിരുന്നത്രേ. RMS ജോൺ ടൈലർ, അതായത് ആദ്യത്തെ ടൈറ്റാനിക് പോലെ തന്നെ ആദ്യത്തെ ജേർണിയിൽ തന്നെ തകർന്നു പോയൊരു ഷിപ്പ്. അതിൻ്റെ ബിനാക്കളും ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. 1 അവറിലുള്ള ഗൈഡ് ടൂറിലൂടെയാണ് മില്ലിൻ്റെ പ്രവർത്തനം നമ്മെ കാണിക്കുന്നത്. വളരെ ഫ്രണ്ട്ലിയും ഫണ്ണിയുമായൊരു ഗൈഡായിരുന്നു നമ്മുടെ കൂടെ വന്നത്. ടൂറൊക്കെ കഴിഞ്ഞ് അവിടുത്തെ കഫേയിൽ നിന്ന് കോഫി കുടിക്കാനും ഫുഡ് കഴിക്കാനും ബുക്സൊക്കെ വായിക്കാനും സാധിക്കുന്നതാണ്. കൂടാതെ അവിടുത്തെ ക്രാഫ്റ്റ് ഷോപ്പിൽ നിന്ന് ഐറിഷ് ഹാൻഡ്മെയ്ഡ് സൊവനീർസ് വാങ്ങാനും കഴിയും. ഇത് കുട്ടികൾക്ക് വളരെ നല്ലൊരു ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇന്നത്തെ ടെക്നിക്കലി അഡ്വാൻസ് ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇത്തരം ഹിസ്റ്റോറിക്കൽ സിസ്റ്റംസ് നേരിൽ കാണാൻ സാധിക്കുന്നത് വളരെ നല്ലൊരു അനുഭവമായിരിക്കും. സ്കെറീസ് മിൽസിൽ നിന്നും പിന്നീട് ഞങ്ങൾ സ്കെറീസ് ഹാർബറിലേക്കും പോയി. ഹാർബർ എക്സ്പ്ലോർ ചെയ്ത് അവിടുത്തെ പാർക്കിലൂടെ കുറച്ചു നേരം കളിച്ച് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ച് ഒരു ശാന്തമായ വൈകുന്നേരം ആസ്വദിച്ചു.